മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ തുലാം രാശിക്കാരുടെ വർഷം 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും. രാഹു നിങ്ങളുടെ 5ാം ഭാവമായ കുംഭത്തിലും, ശനി 6ാം ഭാവമായ മീനത്തിലും, ശുക്രൻ 8ാം ഭാവമായ ഇടവത്തിലും, സൂര്യനും ഗുരുവും 9ാം ഭാവമായ മിഥുനത്തിലും, ബുധൻ 10ാം ഭാവമായ കർക്കടകത്തിലും, ചന്ദ്രൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങൾ 11ാം ഭാവമായ ചിങ്ങത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. മിഥുനത്തിൽ നിൽക്കുന്ന സൂര്യൻ ജൂലൈ 16ാം തീയതി കർക്കടകത്തിലേക്ക് രാശി മാറുന്നതായിരിക്കും. സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂലൈ 26ാം തീയതി ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. 11ാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ 28ാം തീയതി 12ാം ഭാവമായ കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതോടെ കേതുവും ചൊവ്വയും ചേർന്ന് നിർമ്മിച്ചിരുന്ന അംഗാരകദോഷം അവസാനിക്കുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ മാസം 2 ഗ്രഹങ്ങൾ വക്രഗതിയിൽ, അതായത് റീട്രോഗ്രേഡ് ആകുന്നതായിരിക്കും. ജൂലൈ 13ാം തീയതി മുതൽ നവംബർ 28ാം തീയതി വരെ ഏകദേശം 138 ദിവസത്തോളം മീനത്തിൽ ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതുപോലെ കർക്കടകത്തിൽ നിൽക്കുന്ന ബുധൻ ജൂലൈ 18ാം തീയതി മുതൽ ഓഗസ്റ്റ് 11ാം തീയതി വരെ ഏകദേശം 25 ദിവസത്തോളം വക്രഗതിയിൽ സഞ്ചരിക്കുന്നതുമായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. ബുധൻ 10ാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നതും 6ാം ഭാവത്തിൽ ശനി സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതും കരിയറിൽ നല്ല പുരോഗതി വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഈ സമയത്ത് ജോബ് ചേഞ്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടിയ പാക്കേജോടുകൂടി പുതിയ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. പ്രത്യേകിച്ചും IT, കമ്പ്യൂട്ടർ, എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ളവർക്കും മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്കും സമയം വളരെ അനുകൂലമായിരിക്കും. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾ കോൺഫിഡൻസോടെ നന്നായി പരിശ്രമം ചെയ്യുകയാണെങ്കിൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം സാമാന്യമായിരിക്കും. ലാഭസ്ഥാനത്ത് ചൊവ്വ അംഗാരകദോഷം നിർമ്മിക്കുന്നതിനാൽ വരുമാനം പ്രതീക്ഷിച്ച അത്ര ഉണ്ടാകുവാൻ സാധ്യതകളില്ല. അതിനാൽ ഈ മാസം ചിലവുകൾ കുറയ്ക്കുവാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. 6ൽ ശനി നിൽക്കുന്നത് ചെറിയ ചെറിയ കച്ചവടങ്ങളും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവരുടെ ദൈനംദിന വരുമാനത്തിൽ വർധനവുണ്ടാക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. സാമ്പത്തിക സ്ഥിതികളും സാമാന്യമായിരിക്കും. ഇനി തുലാം രാശിക്കാരുടെ ഭാഗ്യസ്ഥിതികളെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 9ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് 10ാം ഭാവത്തിലാണ്. ഈ മാസം മുഴുവനും ബുധൻ ഇവിടെ തന്നെയായിരിക്കും നിൽക്കുന്നത്. ബുധൻ്റെ പൊസിഷൻ ഈ മാസം വളരെ സ്ട്രോങ് ആണ്. അതിനാൽ ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. ഈ സമയത്ത് ദൂരയാത്രകളും മറ്റും ചെയ്യുന്നതായിരിക്കും. ഇത് ചിലപ്പോൾ വിദേശയാത്രകളാകുവാനും സാധ്യതകളുണ്ട്. ബുധൻ 12ാം ഭാവാധിപനുമാണല്ലോ. വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ അനുകൂല പരിസ്ഥിതികളും ഉണ്ടാകുന്നതായിരിക്കും. ആധ്യാത്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ്. ക്ഷേത്ര ദർശനങ്ങൾ നടത്തുന്നതും ദാനധർമ്മങ്ങളും മറ്റും ചെയ്യുന്നതുമായിരിക്കും.
ഈ സമയത്ത് പിതാവിൻ്റെ എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതാണ്. സന്താനപക്ഷത്തു നിന്നും ശുഭവാർത്തകൾ ലഭിക്കുന്നതായിരിക്കും. ഉപരിപഠനത്തിനായി വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. കോമ്പറ്റേറ്റീവ് പരീക്ഷകൾ, ക്യാമ്പസ് ഇൻ്റർവ്യൂ എന്നിവയിൽ നന്നായി പെർഫോം ചെയ്യുവാൻ സാധിക്കുന്നതുമായിരിക്കും. ഇനി നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. 7ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 11ാം ഭാവത്തിലാണ്. ഇത് ഉപജയസ്ഥാനമാണ്. സാധാരണ 11ൽ നിൽക്കുന്ന ചൊവ്വ ശുഭഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ ഈ സമയത്ത് ചൊവ്വയും കേതുവും ചേർന്ന് അംഗാരകദോഷം നിർമ്മിക്കുന്നതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില സമയത്ത് സ്വരച്ചേർച്ചയില്ലായ്മയോ വാക്കുതർക്കങ്ങളോ കലഹങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ചെറിയ കാര്യങ്ങൾ ഊതി വീർപ്പിക്കാതെ ചില കാര്യങ്ങൾ കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുന്നതും പ്രശ്നങ്ങൾ എസ്കലേറ്റ് ആകാതിരിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. 5ാം ഭാവാധിപൻ ശനിയാണ്. ശനി നിൽക്കുന്നത് 6ാം ഭാവത്തിലാണ്. 5ാം ഭാവത്തിൽ ഗുരുവിൻ്റെ 9ാം ദൃഷ്ടിയും പതിക്കുന്നുണ്ട്. പൊതുവെ വിദ്യാർത്ഥികൾക്ക് ഇത് നല്ല സമയമായിരിക്കും. ആഗ്രഹിച്ച സ്ഥലത്ത് അഡ്മിഷനും മറ്റും ലഭിക്കുന്നതായിരിക്കും. സമയം നല്ലതായിരിക്കുമെങ്കിലും 5ൽ രാഹു നിൽക്കുന്നതും അംഗാരകദോഷം നിർമ്മിക്കുന്ന ചൊവ്വയുടെ 7ാം ദൃഷ്ടി 5ൽ പതിക്കുന്നതും നിങ്ങളിലൊരു അലസത വരാൻ ഇടയാക്കുന്നതായിരിക്കും. ഇന്ന് ചെയ്യേണ്ട കാര്യം നാളെയോ അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞ് ചെയ്താൽ പോരെ എന്നുള്ള ഒരു മെൻറ്റാലിറ്റി ഉണ്ടാകുന്നതായിരിക്കും. ഇങ്ങനെയുള്ള വിചാരങ്ങളും അലസതയും എല്ലാം തന്നെ വെടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നത് പ്രതീക്ഷിച്ച ഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ ലവ് റിലേഷനെ കുറിച്ചാണ് പറയുന്നത്. അംഗാരകദോഷം നിർമ്മിക്കുന്ന ചൊവ്വയുടെ ദൃഷ്ടി പതിക്കുന്നതും 5ൽ രാഹു നിൽക്കുന്നതും കാരണം ഈ സമയത്ത് പ്രേമബന്ധത്തിലുള്ളവർ തമ്മിൽ സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും നല്ല ശ്രദ്ധയുണ്ടായിരിക്കണം. കാരണം നിങ്ങളുടെ ഇടയ്ക്ക് ഈഗോ പ്രശ്നങ്ങൾ വരാൻ ഇടയുണ്ട്. ഈ സമയത്ത് ക്രോധത്തിനും വർധനവുണ്ടാകുന്നതായിരിക്കും. അതിനാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെ വിവേകപൂർവ്വം വേണം കൈകാര്യം ചെയ്യുവാൻ. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ നിൽക്കുന്നത് 8ാം ഭാവത്തിലാണ്. ഇത് ശുക്രൻ്റെ സ്വരാശിയാണ്. കൂടാതെ ഇവിടെ ശുക്രൻ വിപരീത രാജയോഗവും നിർമ്മിക്കുന്നുണ്ട്. അതായത് 6, 8, 12 എന്നീ ഭാവങ്ങളുടെ അധിപൻ 6, 8, 12 ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് വിപരീത രാജയോഗം നിർമ്മിതമാകുന്നത്. ഇവിടെ 8ാം ഭാവാധിപൻ ശുക്രൻ 8ാം ഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ജൂലൈ 26-ാം തീയതി വരെ ശുക്രൻ ഇവിടെ തന്നെ നിൽക്കുന്നതും അതിനുശേഷം ഭാഗ്യസ്ഥാനമായ 9ാം ഭാവത്തിൽ പ്രവേശിക്കുന്നതുമായിരിക്കും. ഇവിടെ ഗുരുവും നിൽക്കുന്നുണ്ട്. ഗുരുവും ശുക്രനും ഒന്നിച്ചു നിൽക്കുന്നത് വളരെയധികം ശുഭകരമാണ്. ഈ മാസം ശുക്രൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. ഇതാണ് തുലാം രാശിക്കാരുടെ ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.